12ാം അംഗത്തിനൊരുങ്ങി PJ ജോസഫ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA UDF സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കും. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മകനും കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററുമായ അപ്പു ജോസഫിനെ നേരത്തെ പരിഗണിച്ചെങ്കിലും PJ ജോസഫ് തന്നെ മത്സരിക്കണമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആവശ്യം. ലെവി സജീന്ദ്രൻ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് മറികടന്ന് PJ ജോസഫ് തൊടുപുഴയിൽ സജീവമായാൽ അത് UDF-ന് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. ഡോക്ടർ ഗുഡ് മോർണിംഗ്. തീർച്ചയായും PJ ജോസഫ് UDF-നൊപ്പം ഉണ്ടെങ്കിൽ ഒരു കത്തോലിക്ക മുഖമാണ്. അതുകൊണ്ട് തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും PJ ജോസഫ് തന്നെ മത്സരരംഗത്ത് ഉണ്ടാവുക എന്നത് ഹിതകരം തന്നെയാണ്. PJ ജോസഫിന്റെ 84ാം പിറന്നാൾ കഴിഞ്ഞ ജൂണിലായിരുന്നു. അദ്ദേഹം ആ സമയത്ത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറും എന്നുള്ള സൂചനകൾ നൽകിയത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി അദ്ദേഹം പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു, ആരോഗ്യം വീണ്ടെടുത്തു. അതുകൊണ്ട് മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അത് മാത്രമല്ല, അദ്ദേഹം UDF-ന്റെ ഒരു മുഖമായി തന്നെ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച്, അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ മുന്നേറ്റമാണ് കേരള കോൺഗ്രസ് ഉണ്ടായത്. ഇടുക്കി, ഒപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചെടുത്ത് എല്ലായിടത്തും PJ ജോസഫ് എത്തിയിരുന്നു. അദ്ദേഹത്തിന് അപ്പോൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ മത്സരിക്കുകയും ചെയ്യും. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറും നിയമസഭയിലെ ഏറ്റവും തലമുതിർന്ന ആളാണ്. 12ാം അംഗത്തിന് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു തവണ മാത്രമാണ് തൊടുപുഴയിൽ പരാജയം അറിഞ്ഞത്. അത് PT തോമസിനോടാണ്. 2 തവണ 70-ൽ തുടങ്ങിയ പടയോട്ടമാണ്. 70-ൽ തുടങ്ങി 77-ൽ ആഭ്യന്തരമന്ത്രിയാകുന്നു. പിന്നീട് ഇങ്ങോട്ട് 5 തവണയാണ് LDF-ന്റെയും UDF-ന്റെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2 തവണ മാത്രമാണ്. 2 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. 89-ലും 91-ലും. 89-ൽ മൂവാറ്റുപുഴയിൽ, 91-ൽ ഇടുക്കിയിൽ. ഈ 2 തവണയും പരാജയം അറിഞ്ഞു. അതിൽ 91-ൽ രാജീവ് ഗാന്ധി മരിച്ചതിന്റെ ഒരു തരംഗമുണ്ടായിരുന്ന സമയമാണ്. അന്ന് പാലാ KM മാത്യു അവിടുന്ന് ജയിക്കുകയും ചെയ്തു. ഏതായാലും ഈ 2 സന്ദർഭത്തിൽ ലോക്സഭയിൽ പരാജയം അറിഞ്ഞതൊഴിച്ചാൽ ഒരു തവണ മാത്രമാണ് നിയമസഭയിൽ പരാജയം അറിഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരു കുതിച്ചോട്ടമായിരുന്നു, ഒരു പടയോട്ടം തന്നെയാണ് PJ ജോസഫ് തൊടുപുഴയിൽ നടത്തിയിട്ടുള്ളത്. UDF-നെ സംബന്ധിച്ചിടത്തോളം PJ ജോസഫ് തന്നെ മത്സരരംഗത്ത് ഉണ്ടാവുക എന്നത് അബു ജോസഫ് ആയിരിക്കും മത്സരിക്കുക എന്നുള്ള സൂചനകളൊക്കെ അടുത്ത സമയം വരെ ഉണ്ടായിരുന്നു. എങ്കിലും PJ ജോസഫ് വരുന്നത് സന്തോഷകരം തന്നെയാണ് UDF-ന്. താങ്ക് യു ലേബി.